മോഡേൺ പോലീസ് കേഡറ്റ്. ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ചിറക്കര പ്രിൻസിപ്പൽ ശ്രീമതി അനിത KV. ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ തിരുവങ്ങാട് പ്രിൻസിപ്പൽ ശ്രീ സത്യൻ EM എന്നിവർ ചെയർമാനും തലശ്ശേരി പോലീസ് സ്റ്റേഷൻ SHO ശ്രീ ബിനു തോമസ് കൺവീനറുമായ അഡ്വൈസറി കമ്മിറ്റിയുടെയും നിയന്ത്രണത്തിൽ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ ശ്രീമതി ശ്രീജിനി M, ശ്രീമതി സ്മിത KG, ജിതേഷ് M, തസീബ്, ഡ്രിൽ ഇൻസ്പെക്ടർമാരായ ശ്രീയേഷ് CP കഴിഞ്ഞ 2 വർഷത്തെ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് ഇന്നിവിടെ നടക്കുന്നത്. വർണ്ണശബളമായ പാസിംഗ് ഔട്ട് പരേഡിന് അകമ്പടി താളമൊരുക്കുന്നത് ശ്രീമതി മൃത ഫിലിപ്പ് അവർകൾ പരിശീലനം നൽകിയ കുമാരി റീന ധനപാൽ നേതൃത്വം നൽകുന്ന സേക്രഡ് ഹാർട്ട് ഹൈസ്കൂളിലെ ബാൻഡ് ടീമാണ്. ഈ പ്രൗഢഗംഭീരമായ പാസിംഗ് ഔട്ട് പരേഡിന്റെ വേദിയിലേക്ക് എല്ലാ വിശിഷ്ട വ്യക്തികളെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്ന് ഈ പരേഡ് നയിക്കുന്നത് ചിറക്കര ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ സ്നേഹ രാജ. പരേഡിന് ചുമതല പരേഡ് കമാൻഡർ സ്നേഹരാജ് സെക്കൻഡ് ഇൻ കമാൻഡ് ഏറ്റെടുത്തിരിക്കുന്നു. പരേഡ് കമാൻഡറുടെ നേതൃത്വത്തിൽ വിശിഷ്ടാതിഥികൾക്ക് അഭിവാദ്യം അർപ്പിക്കുന്ന ചടങ്ങ് ആരംഭിക്കുന്നു. ആദ്യമായി ഈ പാസിംഗ് ഔട്ട് പരേഡിന്റെ അഭിവാദ്യം സ്വീകരിക്കുന്നത് ചിറക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പാളും ചിറക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ SPC യൂണിറ്റിലെ അഡ്വൈസറി കമ്മിറ്റി ചെയർമാനായ ശ്രീമതി അനിത KV അവർകളാണ്. പ്രിൻസിപ്പൽ അവർ ഡയസിലെത്തി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിക്കുന്നു. അടുത്തതായി ഈ പാസിംഗ് ഔട്ട് പരേഡിന്റെ അഭിവാദ്യം സ്വീകരിക്കുന്നത് തിരുവങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പാളും തിരുവങ്ങാട് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ SPC യൂണിറ്റിലെ അഡ്വൈസറി കമ്മിറ്റി ചെയർമാനുമായ ശ്രീ സത്യൻ EM അവർകളാണ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമാൻ സിജു VC ആണ്. ശ്രീമാൻ സിജു VC ഡയസിലെത്തി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിക്കുന്നു.
ജില്ലാ അഡീഷണൽ എസ് പി ശ്രീ വേണുഗോപാൽ കെ വി അവർകളാണ്. കണ്ണൂർ സിറ്റി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ ജില്ലാ നോഡൽ ഓഫീസർ കൂടിയാണ് അദ്ദേഹം. ജില്ലയിലെ SPC പ്രവർത്തനങ്ങളെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ബഹുമാനപ്പെട്ട SPC കണ്ണൂർ ജില്ലാ നോഡൽ ഓഫീസർ ശ്രീ വേണുഗോപാൽ കവിക്ക് സ്വാഗതം. ശ്രീ വേണുഗോപാൽ കവി അഡീഷണൽ SP കണ്ണൂർ പരേഡിന്റെ അഭിവാദ്യം സ്വീകരിക്കും. ബഹുമാനനായ അധിഷ്ഠാതിഥി പരേഡ് കമാൻഡർ ആകുമ്പോഴോടെ ഇപ്പോൾ പരേഡ് പരിശോധിക്കുന്നു. നാല് പ്ലറ്റൂണുകളാണ് ഇന്നത്തെ പരേഡ്. സ്കൂളിലെ സീനിയർ കേഡറ്റായ നിജാഫിപ്പ് നയിക്കുന്ന 2ാം നമ്പർ പ്ലാറ്റൂൺ, തിരുവനാട് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ കേഡറ്റായ നിഹാർ നയിക്കുന്ന 3ാം നമ്പർ പ്ലാറ്റൂൺ, തിരുവനാട് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സീനിയർ കേഡറ്റായ വൃന്ദ നയിക്കുന്ന 4ാം നമ്പർ പ്ലാറ്റൂൺ. ഈ മൈതാന മധ്യത്തിലേക്ക് ആരയിക്കപ്പെട്ട ഭാരതത്തിന്റെ ദേശീയ പതാകയ്ക്ക് പരേഡ് അഭിവാദ്യം അർപ്പിക്കുന്നു. ദേശീയഗാനം ആലപിക്കുമ്പോൾ യൂണിഫോമിലുള്ളവർ സല്യൂട്ട് ചെയ്യേണ്ടതും മറ്റുള്ളവർ ആദരപൂർവ്വം എഴുന്നേറ്റ് നിൽക്കേണ്ടതുമാണ്. ഓരോ ഭാരതീയന്റെയും അഭിമാനത്തിന്റെയും പ്രതീകമായ ദേശീയ പതാകയെ സാക്ഷി നിർത്തി കേഡറ്റ് ഉത്തമപൗരന്മാരെ ജീവിക്കുന്ന സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഓരോ ഭാരതീയന്റെയും ആത്മാഭിമാനത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും പ്രതീകമായ ദേശീയ പതാകയെ സാക്ഷി നിർത്തി കേഡറ്റുകൾ ഉത്തമ പൗരന്മാരെ ജീവിക്കുന്ന സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഈ സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുക്കുന്നത് തലശ്ശേരി പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ശ്രീ ബിനു തോമസ് അവർകളാണ്. ഞാൻ ഉത്തരവാദിത്വ ബോധവും സാമൂഹിക പ്രതിബദ്ധതയും സഹജീവി സ്നേഹവും പ്രകൃതി സ്നേഹവുമുള്ള ഉത്തമ പൗരനായി ജീവിക്കുമെന്നും പ്രഖ്യാപിത നിയമവ്യവസ്ഥയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ അക്രമത്തിനും അനീതിക്കുമെതിരെ പോരാടുമെന്നും രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും മതേതരത്വത്തിനും വേണ്ടി പ്രയത്നിക്കുമെന്നും എന്നിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ പൂർണ്ണമായി
വിനിയോഗിക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുമെന്നും രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ സ്വമേധയാ അനുസരിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയാക്കി പതാക പിന്മാറുന്നു. ഏവരെയും ഊരിധരിപ്പിക്കുന്ന സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ അച്ചടക്കം, കൃത്യത, കൃത്യനിഷ്ഠത വിളിച്ചൊതുന്ന ആകർഷണീയമായ വർണ്ണശബളമായ മാർച്ച് പാസ്റ്റാണ് അടുത്തത് നടക്കുന്നത്. SPCയുടെ 10 തത്വങ്ങളെ സ്വായത്തമാക്കിക്കൊണ്ട് പതറാത്ത മനസ്സുമായി ഉറച്ച കാൽവെപ്പോടെ ഒരുമയോടെ ഒരേ തൊഴിൽ പക്ഷികളായി കേഡറ്റുകൾ മൈതാനത്തെ വലം വെച്ച് വിശിഷ്ട വ്യക്തിക്ക് അഭിവാദ്യമർച്ച് കാണുന്ന കാഴ്ചയാണിത്. പരേഡ് കടന്നു പോകുമ്പോൾ എല്ലാവരും കേഡറ്റുകളെ കൈകഴിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതാണ്. ചേരക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPCയുടെ പ്രതിനിധിച്ച് 2 പ്ലാറ്റൂണുകൾ, തിരുവങ്ങാട് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി പ്രതിനിധിച്ച് 2 പ്ലാറ്റൂണുകൾ എന്നിവയാണ് ഈ പരേഡിൽ അണിനിരത്തുന്നത്. വളരെ വർണ്ണശബളമായ ഉറച്ച കാൽവെപ്പോടുകൂടെയുള്ള അതിഗംഭീരമായൊരു പരേഡാണ് ഇവിടെ നമ്മളിപ്പോൾ കാണാൻ സാധിച്ചത്. കേരള പോലീസിലെ ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ സേനാംഗങ്ങൾ അവരുടെ പരിശീലന കാലഘട്ടം കഴിഞ്ഞ് ഇതുപോലുള്ള പാസിംഗ് ഔട്ട് പരേഡ് നടത്താറുണ്ട്. അവരുടെ പാസിംഗ് ഔട്ട് പരേഡിനെ കിടപിടിക്കുന്ന തരത്തിലുള്ള ഒരു പരേഡ് തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട SPC കാഡറ്റ്സ് ഈ ഗ്രൗണ്ടിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. അവരെ അതിന് പ്രാപ്തരാക്കിയ ഡ്രിൽ ഇൻസ്ട്രക്ടേഴ്സ്, CPOs, ACPOs അവർക്ക് എൻ്റെ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഉറച്ച കാൽവെപ്പോടെ ധീരമായി പരേഡ് നടത്തിയ മുഴുവൻ SPC കാഡറ്റ്സിനും എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കട്ടെ. 2010 കേരള പോലീസ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി കൈകോർത്ത് പിടിച്ചുകൊണ്ട് നടപ്പിലാക്കിയ കേരള സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയാണ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതി. ഈ പദ്ധതി കേരള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കുമ്പോൾ സർക്കാർ ഉദ്ദേശിച്ചത്, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് ഉദ്ദേശിച്ചത്, നമ്മുടെ വിദ്യാർത്ഥികളുടെ യുവമനസ്സുകളിൽ ഉത്തരവാദിത്ത ബോധം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള നേതൃശേഷിയുള്ള ഭാവി തലമുറയെ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണ് ഈ പദ്ധതി. പദ്ധതി തുടങ്ങിയ കാലഘട്ടത്തിൽ ഏറെ വിമർശനം പല കോണുകളിൽ നിന്നും ഉണ്ടായിരുന്നു. പദ്ധതി നടപ്പിലാക്കി ഏതാണ്ട് 14 സംവത്സരം കഴിഞ്ഞപ്പോൾ കേരള ജനതയും അതോടൊപ്പം തന്നെ കേരളത്തിലെ മുഴുവൻ ആളുകളും ഒരുപാട് നെഞ്ചോട് ചേർത്ത ഒരു പദ്ധതിയായി SPC പദ്ധതി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് SPC പദ്ധതി
വിവിധ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനങ്ങൾ വരുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. SPC പദ്ധതി മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട 3-4 ആശയങ്ങളുണ്ട്. വർത്തമാനകാലത്തെ വിദ്യാർത്ഥികളിൽ പലതരത്തിലുള്ള മൂല്യശോഷണങ്ങൾ വന്നുകൊണ്ടിരിക്കെ ആ മൂല്യശോഷണത്തെ അതിജീവിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നടപ്പിലാക്കിയ ഈ പദ്ധതി ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കുട്ടികളിലെ സ്വഭാവ രൂപീകരണം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. സ്വഭാവ രൂപീകരണം മെച്ചപ്പെടുത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അച്ചടക്കമുള്ള ഒരു സേന അല്ലെങ്കിൽ അച്ചടക്കമുള്ള ഒരു പൊതുസമൂഹം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ആ സമൂഹത്തിന് ഉത്തരവാദിത്വ ബോധം കൂടി ഉണ്ടായിരിക്കണം. ഭാവി തലമുറയെ മുന്നോട്ട് നയിക്കണമെങ്കിൽ അച്ചടക്കമുള്ള ഉത്തരവാദിത്വ ബോധമുള്ള നല്ല സൽസ്വഭാവികളായ ഒരു തലമുറ ആവശ്യമാണ് എന്ന് കണ്ടതുകൊണ്ടാണ് ഇത് പ്രധാന ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ സ്വഭാവ രൂപീകരണത്തിന് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. രണ്ടാമത് പറയുന്നത് ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. നമുക്കറിയാം, കുട്ടികൾ സ്വയം ലീഡറാകുന്ന, സ്വയം നേതൃത്വ രംഗത്തേക്ക് കടന്നു വരുന്ന തരത്തിലേക്ക് കുട്ടികളെ പ്രാപ്തരാക്കുന്ന തരത്തിൽ SPC കേഡറ്റ് ഉദ്ദേശമായി മുന്നോട്ട് വെച്ചിരിക്കുന്നു. പരസ്പരം ആശയവിനിമയം നടത്തിക്കൊണ്ട് ടീം ലീഡേഴ്സിനെ സൃഷ്ടിച്ചുകൊണ്ട് അവർ സ്വയം നായക പദവിയിലേക്ക് വരുന്ന തരത്തിലേക്ക് അവരെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമത് ഉത്തരവാദിത്വ ബോധമുള്ള ഒരു സമൂഹം. നമുക്കറിയാം, നമ്മുടെ വർത്തമാനകാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് വിദ്യാർത്ഥികളിലുള്ള സാമൂഹ്യ വിരുദ്ധ ശക്തികൾ വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടോ എന്നുള്ള സംശയം. അതിനെ മാറ്റിയെടുക്കണമെങ്കിൽ വിദ്യാർത്ഥി ജനതയിലൂടെ മാത്രമേ അത് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഉത്തരവാദിത്വ ബോധമുള്ള, സാമൂഹ്യ സേവന സന്നദ്ധതയുള്ള, സഹജീവി സ്നേഹമുള്ള, രാജ്യത്തിൻ്റെ ദേശീയത അംഗീകരിക്കുന്ന, രാജ്യത്തെ വിഭാഗീയ പ്രവർത്തനങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന ഒരു സമൂഹം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മയക്കുമരുന്നിൻ്റെ പ്രവണത ഒരു സംഘം ആളുകൾ ഇതിൻ്റെ പുറകെ പ്രവർത്തിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ ലാക്കാക്കി പ്രവർത്തിക്കുന്നുണ്ട്. അത്തരം മയക്കുമരുന്നിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു യുവതലമുറയെ സൃഷ്ടിക്കുക എന്ന പ്രധാനപ്പെട്ട ഉദ്ദേശമായി SPCയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഒരു കാര്യമാണ്. അത്തരത്തിൽ രാജ്യസ്നേഹവും തീവ്രവാദ നിലപാടുകൾക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന ഒരു സമൂഹവും മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ നിലപാട് സ്വീകരിക്കുന്ന ഒരു യുവതലമുറ, ഇത്തരത്തിൽ എല്ലാം കൊണ്ട് രാജ്യത്ത് ഉത്തരവാദിത്വ ബോധമുള്ള പൗരസമൂഹത്തെ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോട് നടപ്പിലാക്കിയ പദ്ധതി വൻ വിജയമായി മാറിയിരിക്കുകയാണ് SPC പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് കുറ്റകൃത്യങ്ങൾ തടയുക എന്നുള്ളതാണ്. സ്വയം നിയമം അനുസരിച്ചുകൊണ്ട്, നിയമം മറ്റുള്ളവരെ അനുസരിപ്പിക്കുന്ന തരത്തിലേക്ക് കുറ്റകൃത്യത്തിൽ ഉൾപ്പെടാത്തൊരു സമൂഹം, ആ ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശവും കൂടി SPC പദ്ധതിയിലൂടെ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ 14 വർഷത്തെ പ്രവർത്തനം കൊണ്ട് SPCയിൽപ്പെട്ട വിദ്യാർത്ഥികൾ എവിടെയും ഇത്തരത്തിൽ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട എവിടെയും നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അപ്പോൾ SPC പ്രവർത്തനത്തിൻ്റെ മികവാണിത് കാണുന്നത്. SPCയുടെ കേഡറ്റ്സ് മാത്രമല്ല, SPC വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ റോൾ മോഡൽസാണ്. അവരെ കണ്ടുകൊണ്ട് അവരുടെ നടത്തത്തിലും അവരുടെ പെരുമാറ്റത്തിലും അവരുടെ നോട്ടത്തിലും അവരുടെ ഭാവത്തിലുമെല്ലാം അച്ചടക്കമുള്ള ഒരു നേതൃഗുണമുള്ള വിദ്യാർത്ഥിയാണ് എന്ന് വിളിച്ചോതുന്ന തരത്തിൽ അവിടെ പ്രവർത്തനം മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ മാതൃകാപരമായ പ്രവർത്തനത്തിലൂടെ സമൂഹത്തെ ആകെ മാറ്റിമറിക്കാൻ SPC വിദ്യാർത്ഥികൾക്ക് സാധിക്കണമെന്നാണ് ഈ അവസരം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനവർ പ്രാപ്തരാണ്. അവരെ അതിനാണ് പ്രാപ്തരാക്കിയ ഈ സ്കൂളിലെ CPOs, ഡ്രിൽ ഇൻസ്ട്രക്ടേഴ്സ്, അതോടൊപ്പം SPCയുടെ മുഴുവൻ PTA അടക്കമുള്ള അധ്യാപകർ എല്ലാവരും നല്ല നിലയിൽ SPC പദ്ധതിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ SPC കേഡറ്റ്സിന് എല്ലാവിധ അഭിമാനത്തോടുകൂടിയുള്ള അവർക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നു. അവർ രക്ഷിതാക്കൾക്ക് തീർച്ചയായിട്ടും അഭിമാനത്തോടെ മുന്നോട്ട് പോകാം. നമ്മുടെ മക്കൾ നല്ല കുട്ടികളായി നമ്മുടെ നാട്ടിൻ്റെ ഭാവി തലമുറ സൃഷ്ടിക്കുമെന്നുള്ള സംശയമില്ല. അവർക്ക് എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം. പരേഡിന്റെ സെക്കൻഡ് ഇൻ കമാൻഡറായ CR രഞ്ജിത്തിനെ വിശിഷ്ടാതിഥി ശ്രീ വേണുഗോപാലൻ KV അവർകളിൽ നിന്നും ഒന്നാം നമ്പർ പ്ലട്ടൂൺ ലീഡർ ആഷിഖ് അഹമ്മദിനെ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. മൂന്നാം നമ്പർ പ്ലട്ടൂൺ ലീഡർ നിഹാരയെ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. നന്ദി സാർ. അടുത്തതായി ഓരോ കേഡറ്റുകളും
ബഹുമാനപ്പെട്ട ചെറുക്കര ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ അനിത കെ എൻ, ബഹുമാനപ്പെട്ട ഉപഹാര വിതരണ ചടങ്ങ് ഇവിടെ പൂർത്തിയാകുന്നു. റെന ധൻപാൽ നടത്തിയിരിക്കുന്ന സെക്കൻഡ് ഹാഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബാൻഡ് ടീമാണ് പ്രവർത്തിക്കുന്നത്. അനുവാദം ചോദിക്കുന്നു. പരേഡ് കമാൻഡന്റ് ഇൻകമാൻഡന്റ് ചാർജ് കൈമാറുന്നു. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക.
പ്രിയപ്പെട്ടവരെ, ഈ പാസിംഗ് ഔട്ട് പരേഡ് ഇവിടെ പൂർത്തിയാകുകയാണ്. നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി വേണുഗോപാൽ സാറിന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഈ പാസിംഗ് ഔട്ട് പരേഡ് അവിസ്മരണമാക്കിയ വിശിഷ്ട വ്യക്തികൾ, കേഡറ്റുകൾ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ, പോലീസ് ഉദ്യോഗസ്ഥർ, നാട്ടുകാർ തുടങ്ങിയ എല്ലാ സുമനസ്സുകൾക്കും ചെറുക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും തിരുവണ്ണാട് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറിയും SP സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിലെയും ജില്ലാ നോഡൽ ഓഫീസറുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു.